ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കോഴിക്കോട് കോർപ്പറേഷനകത്ത് ഏറ്റവും ചർച്ചാ വിഷയമായ രണ്ട് കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പാളയം മാർക്കറ്റ് കല്ലുത്താങ്കടവിൽ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടതും അതോടൊപ്പം കൂടെ പറയേണ്ടതല്ലെങ്കിലും കോഴിക്കോട് കോർപ്പറേഷനെ മത്സ്യ മാർക്കറ്റ് നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് വിഷയങ്ങളാണ് ചർച്ചാ വിഷയങ്ങളായി കോഴിക്കോട് കച്ചവടക്കാർ നേരിടുന്ന വിഷയങ്ങളൊന്നും. സ്വാഭാവികമായും വികസനം വരുന്നതിന് ഒരു കാരണവശാലും കച്ചവടക്കാരും എതിരല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പച്ചക്കറി മാർക്കറ്റിന്റെ കാര്യം ഇപ്പോൾ ഉള്ളതിൻ്റെ 3 ഇരട്ടി നമ്മളവിടെ സൗകര്യത്തോട് കൂടിയിട്ട് ഒരു മാർക്കറ്റ് പണിത് കഴിഞ്ഞു. അത്യാധുനിക രീതിയിലൊരു മാർക്കറ്റ് പണിത് ആ മാർക്കറ്റിലേക്ക് മാറ്റാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കോർപ്പറേഷൻ വെച്ച് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സംസ്ഥാന വ്യാപാര സമിതിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ കച്ചവടക്കാർക്ക് നിലവിൽ കിട്ടിയിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള കച്ചവട സംബന്ധമായിട്ടുള്ള ഭദ്രത പുതിയ മാർക്കറ്റിലും കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു നിലപാട്. അതിൽ നമ്മളെ ഒരു അമാന്തം കോഴിക്കോട് കോർപ്പറേഷൻ കാണിക്കരുത്. അതല്ലാത്ത രീതിയിൽ നിന്നോട് തന്നെ നിന്നിട്ട് ആ ദുരിതം പിടിച്ച മേഖലയിനകത്ത് യാതൊരുവിധ ആധുനിക സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു മാർക്കറ്റ് മാറ്റുന്നതിലൊന്നും ഞങ്ങൾക്ക് യാതൊരുവിധ തടസ്സവുമില്ല. മാറ്റം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം. അതോടൊപ്പം നിലവിലുള്ള കച്ചവടക്കാർക്കുള്ള ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം കോഴിക്കോട് കോർപ്പറേഷൻ ചെയ്തേ മതിയാവുള്ളൂ. അവിടെ നല്ല രീതിയിൽ എല്ലാ ലോറികളും എല്ലാ ഫ്ലോറിലേക്കും കയറുന്ന രീതിയിലുള്ള സൗകര്യങ്ങളുണ്ടെന്നും വിശാലമായ പാർക്കിങ്ങുകളുണ്ടെന്നും റോഡ് ആക്സസ് ഇപ്പോഴുള്ള സ്ഥിതി മാറിക്കൊണ്ട് വലിയ രീതിയിലുള്ള റോഡ് ആക്സസ് ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതെല്ലാം കൂടി വരുമ്പോൾ നമ്മൾ നഗരത്തിൻ്റെ മുഖച്ഛായനമാകും. പാളയം മാർക്കറ്റിലേക്ക് പാളയം ഭാഗത്ത് കൂടെ ഒരു വണ്ടിയായിട്ട് പോകുന്നൊരു മനുഷ്യൻ ഒരു വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമല്ല. ഒരു കാര്യങ്ങൾ നല്ല രീതിയിൽ ഒരു വൃത്തിയോടൊരു സാധനം പർച്ചേസ് ചെയ്യാനുള്ള ഏരിയ അവിടെ ഇല്ല. ഈ രീതിയിലുള്ള സംവിധാനമൊക്കെ മാറി ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ നഗരത്തിന് ആകെ ഒരു മോശമായി മാറും. അതിന് കോർപ്പറേഷൻ ആ രീതിയിലുള്ള നിലപാടുകളിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന് വ്യാപാര സമിതി സ്വാഗതം ചെയ്യുമെന്നാണ് ഇത്തരത്തിൽ പറയാനുള്ളത്.